ഇന്നലെ ഉണ്ടായി, പ്രീവ്യൂ കണ്ടു. എങ്കിലും ഫസ്റ്റ് ഷോ തിയേറ്ററിൽ തന്നെ കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പിഞ്ഞു വന്നിരിക്കുകയാണ്. കാണുന്തോറും പുതിയൊരു ലെവൽ, പുതിയ ലെയേഴ്സ് കാണും പടത്തിൽ. സോ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇതിൻ്റെ സൗണ്ടാണ് ഏറ്റവും. ആരുടെയോ വാച്ച് ഭയങ്കരമായിട്ട് അലാം അടിക്കുന്നത്. ഒരു പാരനോർമൽ ത്രില്ലർ അല്ലെങ്കിൽ ഹൊറർ ആ ജോണറിൽ നിൽക്കുന്ന പടം, അതിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൗണ്ടാണ്, അതിൻ്റെ വിഷ്വൽസാണ്. അതിൻ്റെ യഥാർത്ഥമായൊരു ബ്യൂട്ടിയിൽ അത് കാണുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം. പ്ലീസ് എല്ലാവരും പോയിട്ട്. ഇത് ഇൻ്റർനാഷണൽ ടീംസൊക്കെ വന്നിട്ട് ജപ്പാനിൽ നിന്നും പിന്നെ ഫിൻലൻഡിൽ നിന്നുമൊക്കെ വന്നിട്ടാണ് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ആൻഡ്രിയാസ് എന്ന് പറഞ്ഞിട്ട് കളറിസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. ബോളിവുഡിൽ വലിയ വലിയ പടങ്ങൾ ചെയ്യുന്നതാണ്. മാരി കോമിൻ്റെ DOP ആണ് നമ്മുടെ DOP, അതായത് മിസ് കേക്കോ നാക്കഹാര. അവരിപ്പോൾ ജപ്പാനിൽ വേറൊരു ആമസോണിൻ്റെ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ടെക്നിക്കൽ ടീം ഇൻ്റർനാഷണൽ ടെക്നിക്കൽ ടീമാണ്. ലുക്കും ഫീലും മൊത്തം പടത്തിൻ്റെ ഇൻ്റർനാഷണൽ തന്നെയാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പ്ലീസ് കം ടു ഡോൾബി അറ്റ്മോസ് തിയേറ്റർ. ആൻഡ് ആ സൗണ്ടും ആ വിഷ്വൽസും എക്സ്പീരിയൻസ് നല്ലപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ അതെ അത് പിന്നെ നമ്മൾ ഒരു കഥ പറയുമ്പോൾ അതിൻ്റേതായിട്ട് അതാണ് പ്രിപ്പറേഷൻ എന്ന് പറയുക. പക്ഷെ ഡയറക്ടർ ഈ സ്റ്റോറിയുടെ ആവശ്യം തന്നെ അതായിരുന്നു. അതായത് മേഘ നമ്പ്യാർ, മേഘയുടെ ലൈഫിൽ നടക്കുന്ന ഒരു കഥ, ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ കാരണം ഈ വീട്ടിലേക്ക് പോകുന്നു, പാരനോർമൽ ആക്ടിവിറ്റീനെ റീസർച്ച് ചെയ്യാൻ, ആ ഇൻസിഡൻറ്റിൻ്റെ കാരണം എന്താണെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ. പിന്നെ അവിടെ നടക്കുന്ന കഥകളും അവിടെ നടക്കുന്ന കാര്യങ്ങളും അത് വെച്ചിട്ട് യു ഹാവ് ടു ചേഞ്ച് അല്ലേ. അതാണ് കഥ പറച്ചിൽ. സോ അത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആസ് എൻ ആക്ടർ നല്ല സ്കോപ്പ് കിട്ടി പെർഫോം ചെയ്യാൻ. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഐ താങ്ക് സജീദ് എ, നമ്മുടെ ഡയറക്ടർ. ഉണ്ണിച്ചേട്ടൻ എന്ത് രസമായിട്ട് എഴുതിയ കഥയാണിത്. സോ ഓവറോൾ ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. താങ്ക് യു. ரொம்ப நல்லா இருந்தது. அதான் புதுசாக என்னவோ தெரியுது ஆக்சுவலாக. நிறைய லேயர்ஸ், பிகாஸ் அந்த ஸ்டோரி எழுதியிருக்கிறதே நிறைய லேயர்டு ஸ்டோரி ஸ்ட்ரக்சர் இருக்குது இதில். ஸோ அதனால் நிறைய விஷயங்கள் பார்க்க ரெண்டாவது தடவை மூணாவது தடவை பார்க்க தெரியுதுன்னு நினைக்கிறேன். ஸோ அண்ட் ஆஸ் ஆக்டர்ஸ் பார்க்கும்போது ஃபர்ஸ்ட் நம்மளோட பெர்ஃபார்மன்ஸ் தான் பார்த்துருப்போம். இந்த செகண்ட் டைம் பார்க்கும்போது நிறைய விஷயங்கள் தெரிய வருது. அண்ட் இட் ஹஸ் பீன் அ பெட்டர் எக்ஸ்பீரியன்ஸ். லாஸ்ட் டைம் பார்த்தடவை இந்த வாட்டி பார்க்கும்போது இட்ஸ் பீன் அ பெட்டர் எக்ஸ்பீரியன்ஸ். டெஃபினெட்லி தியேட்டரில் தான் உட்காந்து பார்த்தா இதெல்லாம் தெரியும்னு நினைக்கிறேன். ஏன்னா sound and music play a very big part in this. This being a horror thriller or paranormal thriller. So sound experience ரொம்பவே நீங்கள் ரசூல் பூக்குட்டி சார், பிஜ்பால் சார், இவங்க ரெண்டு பேரோட நீங்கள் பிஜ்பால் சாரோட வேலை பார்க்கணுன்னா நீங்கள் இந்த படத்துக்கு பார்க்கணும். இட்ஸ் பிரில்லியன்ட். ஸோ ஐ என்ஜாய்ட் த ஹோல் எக்ஸ்பீரியன்ஸ். சாரி ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഡിഫറെൻ്റ് അപ്രോച്ച് പണില്ല അത് ക്യാരക്ടറിൽ. അതൊന്നും ക്യാരക്ടർ ഡിഫറെൻ്റ് ഒരു ക്യാരക്ടർ. അപ്പോൾ അതിലെപ്പടി ആക്ട് பண்ணலாம். இட்ஸ் வெரி இன்ட்ரெஸ்டிங். ஸோ ஏன்னா ஆடியன்ஸுக்கு என்ன ஃபீலிங் கொடுக்க போகிறோங்கிறது ரொம்ப இன்ட்ரெஸ்டிங்காக இருக்கும். அதுவும் த்ரில்லர்ஸில் இந்த மாதிரி பேரனார்மல் த்ரில்லர்ஸில் இட்ஸ் அ நைஸ் சேலஞ்ச் ஆல்சோ டு த ஆக்டர்ஸ். இட்ஸ் வெரி நைஸ். த எக்ஸ்பீரியன்ஸ் ஹஸ் பீன் வெரி நைஸ். ஸ்பாய்லர்ஸ் கொடுக்க வேணாம் எனக்கு இப்போ. தேங்க்யூ ஸோ மச். Yeah, I spoke about it. So they are the life of this film. Their hard work actually lifts the film to a different level. வேறு லெவலுக்கு கொண்டு போயிருக்காங்க அவங்க. தேங்க்யூ ஸோ மச். தேங்க்யூ. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. അല്ലെങ്കിൽ ഞാൻ ഓഡിയൻസിൻ്റെ കൂടെ കാണുന്നതിനേക്കാൾ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഞാൻ എൻ്റേതായ ഒരു വേൾഡിലിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ കണ്ടു, പക്ഷെ കൂടുതലും ഫോക്കസ്. കാര്യം ചുറ്റും എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പടത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് മര്യാദയ്ക്ക് പടം കാണുന്നത്. ആൻഡ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് കാണുമ്പോൾ തന്നെ. എസ്പെഷ്യലി ബിക്കോസ് പടത്തിൻ്റെ വേറെ ഞങ്ങൾ വർക്ക് ചെയ്യാത്ത ഭാഗങ്ങൾ കഥ സ്ക്രിപ്റ്റ് വായിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു മൊത്തം പടത്തിൻ്റെ. അപ്പോൾ കാണുമ്പോഴും ആ ഒരു പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ.
ആൻഡ് എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇറ്റ്സ് എ തിയേറ്റർ എക്സ്പീരിയൻസ്. തിയേറ്ററിൽ കാണാത്ത കുറേ സീനുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു ഹൊറർ മൂവി കൂടിയാണല്ലോ. അപ്പോൾ ആ സീനുകളൊക്കെ ശരിക്കും ഹൊറർ മൂവി അല്ല, ഇറ്റ്സ് എ പാരനോർമൽ ത്രില്ലർ. ഇറ്റ്സ് ഹൊറർ ഇസ് ഡിഫറെൻറ്റ് ഐ ഗെസ്. ഓക്കെ. യെസ്. അപ്പോൾ അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് തോന്നിയില്ല ബാക്കിയുള്ള ഫാക്ടറികൾ? അത് നമ്മൾ യൂഷ്വലി ഒരു ഹൊറർ മൂവിയിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹൊറർ പാറ്റേൺ അല്ല. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് അപ്രോച്ച്. ആ ഒരു ജോൺറിന് ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ഈ പടം. അപ്പോൾ അതാ പറഞ്ഞ് നമ്മളിതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു തരം പാറ്റേൺ ആണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് അറിയിക്കുക. നിങ്ങളൊക്കെ കണ്ടായിരുന്നോ? വാട്ട് ഡു യു തിങ്ക്? എനിക്ക് എസ്പെഷ്യലി മ്യൂസിക് എനിക്ക് ഭയങ്കര, ഐ തിങ്ക് ഞാൻ ഭയങ്കര മ്യൂസിക് പെട്ടെന്ന് അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് തോന്നുന്നു. മ്യൂസിക് ഭയങ്കര രസമായിട്ട് ഒരു മൂഡ് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വെൻ ദ സീൻസ് ചേഞ്ച്. നല്ലായിരുന്നു അല്ലേ? ഞാൻ ഈ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്, പാട്ടും പാടിയിട്ടുണ്ട്. മയത് റാപ്പ് ഔട്ട് റൈറ്റ് നൗ വിത്ത് MC കൂപ്പർ ആൻഡ് ബിജുപാൽ സർ. എൻ്റെ അങ്കിളും വന്നത് എനിക്ക് സന്തോഷം. എൻ്റെ നെയ്ബർ അങ്കിളാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. ഏതായാലും തീർച്ചയായിട്ടും പോയി കാണണം എല്ലാവരും. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെക്നിക്കലിയും സൗണ്ടായിട്ടും ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വടക്കൻ എൻ്റെ സ്വന്തം സിനിമയാണ്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പ്ലീസ് ഡു ലെറ്റ് us know. ഇല്ല, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു ഷൂട്ടിനൊക്കെ. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഞങ്ങൾക്കിങ്ങനെ പാരനോർമൽ എക്സ്പീരിയൻസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങൾക്കൊരു നല്ലൊരു പാരനോർമൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു സിനിമ. യെസ്, റസൂൽ പൂക്കുട്ടി സാറാണ് സൗണ്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ രീതിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സിനിമയിലെ സൗണ്ടാണ്. ആൻഡ് ബിജിപാൽ സാറുണ്ട്. പിന്നെ ക്യാമറ ചെയ്തിരിക്കുന്നത് നമ്മുടെ മേരി കോമിൻ്റെ ഒക്കെ DOP ആയിട്ടുള്ള കേക്കോ നഹാരിക്കയാണ്. സോ അങ്ങനെ ടെക്നിക്കലി ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഈ ഒരു സിനിമ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയും. താങ്ക് യു. ഇന്നലെ എൻ്റെ റിവ്യൂഷൊക്കെ ഉണ്ടായിരുന്നു, ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. എല്ലാവരും എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നൈസാണ്. ലെറ്റ് സി. ഇന്ന് റിവ്യൂസും കൂടെ വന്നു കഴിയുമ്പം വിൽ സീ ടു ഇറ്റ്. താങ്ക് യു. അല്ല, ഫസ്റ്റ് ഹാഫ് ആക്ച്വലി ഭയങ്കര എനിക്ക് ആക്ച്വലി സൗണ്ട് ഇല്ല, അതുകൊണ്ടാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. റസൂൽ പൂക്കുട്ടി സാറിൻ്റെ ആ ഒരു സൗണ്ട് മിക്സിങ് നമ്മൾ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അതെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം പ്ലീസ്. താങ്ക് യു. ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണല്ലോ ഇങ്ങനെയുള്ള സിനിമകൾ ഇപ്പോൾ മലയാള സിനിമയിൽ കുറവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? അല്ല, അത് നമ്മൾ ആദ്യം താങ്ക്സ് പറയേണ്ടത് നമ്മുടെ പ്രൊഡക്ഷന് തന്നെയാണ്. അവർ ഓഫ് ബീറ്റ് മീഡിയ ശരിക്കും അവർ നോർത്ത് നിന്ന് വന്ന് മലയാളത്തിൽ ഇങ്ങനൊരു എക്സ്പെരിമെൻ്റൽ മൂവി പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായതിനാണ് നമുക്ക് ആദ്യം അവരോടാണ് വലിയൊരു താങ്ക്സ് പറയേണ്ടത്. സോ യാ, താങ്ക് യു.